പ്രൈസ് ദി ലോർഡ്. ദി ഷെപ്പേർഡ് ഷാർപ്പിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പ്രഭാതത്തിലെ വചനചിന്തയ്ക്കായി വിശുദ്ധ തിരുവെഴുത്തുന്ന ഒരു വേദഭാഗം നമുക്ക് വായിക്കാം. യെശയ്യാപ്രവചനം 17 അധ്യായം 1-2 വാക്യങ്ങൾ. ദമ്മേശെക്കിനെ കുറിച്ചുള്ള പ്രവാചകം. ഇത് ദമ്മേശെക്ക് ഒരു പട്ടണമായിരിക്കാതെ വണ്ണം നീങ്ങിപ്പോയിരിക്കുന്നു. അത് ശൂന്യകൂമ്പാരമായി തീരും. ആരോവർ പട്ടണങ്ങൾ നിർജ്ജീവമായിരിക്കും. അവ ആട്ടിൻകൂട്ടം പോലെ ആയിരിക്കും. ആരും പേടിപ്പിക്കാതെ അവ അവിടെ കിടന്നുമേയും. വിശുദ്ധ തിരുവെഴുത്തിൽ ഭയപ്പെടേണ്ട എന്ന 69ാമത് തവണ നാം കാണുന്നത് യെശയ്യാപ്രവചനം 17 അധ്യായത്തിലാണ്. ഇതിന്റെ പശ്ചാത്തലം അസീറിയൻ ഭരണകാലത്ത് യഹൂദയിലും ഇസ്രയേലിലും ആവശ്യത്തിലധികം വിഗ്രഹങ്ങളും അന്യദേവന്മാരും പ്രതിഷ്ഠകളും ആരാധനകളുമായിട്ട് ജനം പോയപ്പോൾ ദൈവം ആ ദേശത്തെ ശപിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. തൻ്റെ പ്രവാചകനായ യെശയ്യാവിലൂടെ ആ ദേശത്തോടുള്ള അരുളപ്പാടാണ് നമ്മുടെ വായിച്ചത്. ദമ്മേശെക്ക്, ദമസ്കോസ്, പഴയ സിറിയയുടെ തലസ്ഥാന നഗരിയായ ദമസ്കോസ് അല്ലെങ്കിൽ ദമ്മേശെക്ക് എന്ന് പറയുന്ന ഈ സ്ഥലം പ്രാചീന കാലത്ത് വളരെ പ്രസിദ്ധിയുള്ളായിരുന്നു, മനോഹരമായൊരു പട്ടണമായിരുന്നു. എന്നാൽ പിന്നീട് അത് നശിക്കപ്പെടുവാനിടയായിത്തീർന്നു. അതിന് കാരണം ഒന്ന്, അവിടെ ദൈവമല്ലാത്തതിനെ ദൈവമെന്ന് കരുതി വിഗ്രഹങ്ങളും പൂജകളും ആരാധനകളുമായിട്ട് മുന്നേറിയപ്പോൾ ദൈവത്തിൻ്റെ ഇടപെടൽ അവിടെ ഉണ്ടായി. എന്നാൽ 17 അധ്യായം 7 വാക്യത്തിൽ വായിക്കുന്നു, അന്നാളിൽ മനുഷ്യർ തൻ്റെ കൈപ്പണിയായ ബലിപീഠങ്ങളിലേക്ക് തിരിയാതെയും തൻ്റെ വിരലുകളാൽ ഉണ്ടാക്കിയ അശേര വിഗ്രഹങ്ങളെയും സൂര്യസ്തംഭങ്ങളെയും നോക്കാതെയും അവൻ്റെ കണ്ണ് ഇസ്രായേലിൻ്റെ പരിശുദ്ധനെ നോക്കും. ഇങ്ങനെ അവരുടെ കൈപ്പണിയായിട്ടുള്ള ഈ വിഗ്രഹങ്ങളെ വിട്ട്, അവരുടെ നിർമ്മിതമായ ദൈവങ്ങളെ വിട്ട് ജീവനുള്ള ദൈവത്തെങ്കിലേക്ക് അവർ നോക്കുമ്പോൾ, ഇസ്രായേലിൻ്റെ പരിശുദ്ധനെ നോക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ വിടുതലുണ്ടാവും എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അവിടെ 2 കാര്യങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഒന്ന്, ഇസ്രായേൽ ജനത്തെ ബുദ്ധിമുട്ടിച്ച് പ്രയാസപ്പെടുത്തി അവരെ ഭരിച്ച അശൂർ വംശത്തെ തന്നെ ഇല്ലായ്മ ചെയ്യുന്നതായിട്ട് കാണുവാൻ സാധിക്കും. 2, ജീവനുള്ള ദൈവത്തെ ത്യജിച്ച് വിഗ്രഹങ്ങളിലേക്കും മറ്റും അന്യ ആരാധനകളിലേക്ക് തിരിഞ്ഞ ജനത്തെ ദൈവം ശിക്ഷിക്കുന്നതായിട്ടും, എന്നാൽ തിരിഞ്ഞ് ഇസ്രായേലിൻ്റെ പരിശുദ്ധനെ നോക്കിയ ജനം പിന്നീടുള്ള കാലങ്ങളിൽ അനുഗ്രഹിക്കപ്പെടുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അപ്പോസ്തലപ്രവൃത്തി 9 അധ്യായം 3 വാക്യത്തിൽ ഈ ദമസ്കോസ് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോസ്തലനായ പൗലോസ് ക്രിസ്ത്യസഭയെ മുടിക്കുവാൻ വേണ്ടി അധികാരപത്രവുമായി ഇറങ്ങിത്തിരിച്ച സ്ഥലമാണ് ദമസ്കോസ്. അവിടെ വെച്ചാണ് ദൈവം തന്നെ പിടികൂടുന്നത്. എന്നാൽ താൻ അവിടെ വെച്ച് കർത്താവിനെ കാണുകയും കർത്താവിൻ്റെ ശബ്ദം കേൾക്കുകയും കർത്താവിനായി വേർതിരിക്കപ്പെടുകയും ചെയ്യുന്നതായിട്ടും, പിന്നീട് കർത്തൃ ശുശ്രൂഷയിൽ ഏറിയ അധ്വാനം ചെയ്യുന്നതായിട്ടും, അനുഗ്രഹിക്കപ്പെട്ട ഒരു ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നതായിട്ടും നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ ഏത് സ്ഥലമായിരുന്നാലും ഏത് രാജ്യമായിരുന്നാലും എവിടെ ആയിരുന്നാലും അതിൻ്റെതായ പ്രയാസങ്ങളും പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ ദൈവസഭയ്ക്ക് അല്ലെങ്കിൽ ദൈവമക്കൾക്കുണ്ടാകാം. എന്നാൽ അതിൻ്റെ മധ്യേ ദൈവത്തെങ്കിലേക്ക് നോക്കുന്ന ഓരോരുത്തരെയും ദൈവം രക്ഷിക്കും, ദൈവം വിടുവിക്കും, ദൈവം അവരെ അനുഗ്രഹിക്കും. ഇന്ന് പാക്കാലും ആ ചിന്തകളാൽ ദൈവം നമ്മെ ഭരിക്കട്ടെ. എവിടെ ആയിരുന്നാലും നമ്മുടെ സമൂഹത്തിൽ കർത്താവിന് വേണ്ടി ജീവിപ്പാൻ, ദൈവത്തെ അറിഞ്ഞ് ജീവിപ്പാൻ, ദൈവത്തെങ്കിലേക്ക് നോക്കി കർത്താവിങ്കിൽ നിന്ന് നന്മ പ്രാപിച്ച് ജീവിപ്പാൻ ഇന്ന് പാക്കാലം നമ്മെ സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നന്ദിയോടെ സ്തുതിക്കുന്നു. ഇന്ന് പാക്കാലം വചനം കേൾക്കുന്ന ജനത്തെ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തെങ്കിലേക്ക്, സർവശക്തനായ ദൈവത്തെങ്കിലേക്ക് നോക്കി ഇന്ന് പാക്കാലം ജീവിതം ആരംഭിക്കുവാൻ, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയാലും തിരുവനന്തപുരത്ത് വായിക്കുന്നല്ലോ. ലജ്ജിക്കാത്ത സാക്ഷികളായി നിൽപ്പാൻ കൃപ ചെയ്താട്ടെ. മഹത്വം കർത്താവ് എടുത്താട്ടെ. പ്രാർത്ഥന കേൾക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ.